കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ സമരം കടുപ്പിച്ച് എസ്എഫ്ഐ. പ്രവർത്തകർ വിസിയുടെ മുറി ഉപരോധിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂണിവേഴ്സിറ്റിയിൽ തുടരുന്ന അനിശ്ചിതകാല സമരം 11ാം ദിനം കടന്നു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എസ്എഫ്ഐ ഉയർത്തുന്നത്. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 മാസമായിട്ടും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം. ഇതിന്റെ തുടർച്ചയായാണ് എസ്എഫ്ഐ പ്രവർത്തകർ വൈസ് ചാൻസലറിന്റെ മുറി ഉപരോധിച്ചത്. വൈസ് ചാൻസലറിനെതിരെ പോസ്റ്ററും പതിച്ചു. സമരം ചെയ്ത എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ വിസിയുടെ നിലപാട് കാരണം മുടങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് എസ്എഫ്ഐയുടെ തീരുമാനം. ഇതുവരെ വിദ്യാർത്ഥി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു കഴിഞ്ഞ മാസം 24-ാം തീയതി മുതൽ ഈ ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് വരാനോ ഈ ഗേറ്റ് കടന്നു വരാൻ പോലുള്ള ഒരു ധൈര്യമോ ഒന്നും കാണിക്കാണ്ടാണ് വി സി ഇതുവരെ തിരിഞ്ഞു നോക്കുക. ഈ സമരപ്പന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ടാണ് വി സി ഇപ്പോൾ നിന്നിരിക്കുന്നത്. ആ ഒഫീഷ്യലായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ സത്യപ്രതിജ്ഞ കഴിയാത്തത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടാൻ പല പരിമിതികളും നമ്മൾ നേരിടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്ത് സർഗാത്മകതയുടെ രാഷ്ട്രീയം പറയുന്ന എസ്എഫ്ഐയുടെ അനിശ്ചിതകാല സമരം 11ാം ദിവസവും തുടരുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.